വിദ്യാലയ ജീവിതത്തിന്റെ മധുരമുള്ള ഓർമ്മകളുമായി സ്മൃതി മന്ദിരം സംഘടിപ്പിച്ച് പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 96-97 വർഷത്തെ 10ാം തരം ബാച്ച്. പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവാധികം ഭംഗിയായി ആഘോഷിച്ചു. ബാച്ചിന്റെ ഗുരുനാഥന്മാരെ പൊന്നാടണിയിച്ച ഉപഹാരം നൽകി ആദരിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം രാമനാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകരായ മോഹൻദാസ് വേലായുധൻ, അധ്യാപികമാരായ സ്നേഹലത, ഉഷ, ശോഭ, ശാന്തകുട്ടി, നിർമ്മല, സുധീഷ് KN, ജയ തുടങ്ങിയവർ സംസാരിച്ചു. തോന്നിക്കുന്ന സ്കൂൾ ഓർമ്മകൾ ഇപ്പോൾ മനസ്സിലുണ്ട്. ഇന്നത്തെ ഒരു പകല് കഴിഞ്ഞ് നാളെ ഈ കാര്യം നമ്മൾ ഓർക്കുമ്പോഴും നമുക്ക് അത് കൃത്യമായി ഫീൽ ചെയ്യും. കുട്ടിക്കാലത്ത് ഓടി നടന്ന് പഠിച്ച സ്കൂളിൻ്റെ മുറ്റത്ത് വീണ്ടും ഒരിക്കൽ കൂടി ഒത്തുകൂടാനും അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ കാണാനും കുറേയൊക്കെ കുശലം പറയാനും മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാനും എന്നു വേണ്ട മനുഷ്യസാധാരണമായ മാനവികമായ മൂല്യങ്ങൾ കൈമാറാൻ ഇടയാകുന്ന അവസരങ്ങൾ എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്, വളരെ ആസ്വാദ്യകരമാണ്. നല്ല രീതിയിൽ നന്നായി നല്ല ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു. പലരും വിദ്യാഭ്യാസത്തിലൂടെ അതനുസരിച്ച് ഓരോ തലങ്ങളിലെത്തി. ഓരോരുത്തരും അവരവരുടെ സൗകര്യങ്ങൾക്കും കഴിവുകൾക്കും അനുസരിച്ച് ഓരോ ജോലികളിൽ ഏർപ്പെടുന്നു. അതെല്ലാം അവരവരുടെ സ്വന്തം കാര്യങ്ങൾ. എങ്ങനെയായിരുന്നാലും നമ്മളുടെ കുടുംബത്തെ, നമ്മളുടെ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തോടെ നന്നായി പ്രവർത്തിക്കുക. ഒപ്പം തന്നെ ഒപ്പമുള്ള മറ്റോരോരുത്തർക്കും കൂടുതൽ നല്ല കാര്യങ്ങളും കൂടുതൽ സന്തോഷങ്ങളും നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ മറ്റൊരു വ്യക്തിയെയും വിഷമിപ്പിക്കാനോ അവർക്കൊരു ദോഷമുണ്ടാക്കാനുള്ള രീതിയിൽ പോവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കും. പദ്ധതിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഹരീഷ് EV ആണ് അവതരിപ്പിച്ചത്. പ്ലേ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് 96-97 വർഷത്തെ 10ാം തരം ബാച്ച് സ്പോൺസർ ചെയ്ത ഡെസ്കും ബെഞ്ചും കൈമാറലും നടന്നു. ബാച്ചിലെ സഹപാഠിയായിരുന്ന അകാലത്തിൽ പൊലിഞ്ഞ സുഹൃത്തിന്റെ പാവന സ്മരണയിൽ കുടുംബത്തിന് സ്മൃതി മധുരം ധനസഹായവും ചടങ്ങിൽ വെച്ച് നൽകുകയുണ്ടായി. സ്മൃതി മധുരം സംഗമ ഭാഗമായി ഗാനമേള, ചാക്യാർകൂത്ത് കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഞാൻ പഠിപ്പിച്ചവർ പറയുന്നത് ആ ടീച്ചർ തന്നെയാണ് കഥയും പറയാൻ പറ്റും, എനിക്കറിയാം. എങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചുനാൾ ഈ ഗ്രൂപ്പിലെ സംഭവങ്ങളൊക്കെ വിളിക്കുമ്പോൾ വരാതിരുന്നു. ഞങ്ങളുടെ ഗുരുഗണത്തിലെ പ്രോഗ്രാമിനും വരാതിരുന്നു. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു വിഷയമാണ്. ഇവിടെ വരുന്നത് എല്ലാവരും സന്തോഷിക്കാനാണ്. എനിക്ക് ഒരു സന്തോഷിക്കേണ്ട സമയമല്ലാത്തതുകൊണ്ടാണ് വരാതിരുന്നത്. പിന്നീട് ഞാൻ ആലോചിച്ചു, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയിരുന്നു. കാരണം നമ്മുടെ ശാന്തകുമാരി ടീച്ചർ മരിച്ചതായിട്ട് അറിഞ്ഞപ്പോൾ ടീച്ചറൊന്ന് കാണാനുള്ള ചാൻസ് എനിക്ക് നഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ മാനസികമായിട്ട് ഇങ്ങനെ ഓരോന്ന് വിളിക്കുമ്പോൾ വരാൻ തയ്യാറാവുന്നത്. CCV ന്യൂസ്, തിരുവില്ലാമല.